ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് പൊന്മാൻ. ബേസിൽ ജോസഫ് നായകനെത്തിയ സിനിമ. ഇത് നമ്മൾ കുറച്ച് മലയാള സിനിമകളില്ലേ, തങ്കം, അതുപോലെ തന്നെ ആസിഫ് അലിയുടെ സിനിമയിൽ അത് അതിനൊക്കെ ഒരു ഇതുപോലെ തന്നെ, അതായത് ആ ഒരു ഇതിലൊക്കെ ഒത്തിരി കോമഡി കേട്ട്, അതായത് ബേസിൽ ഈ ഒരു ക്യാരക്ടർ ഇത് ഇടിച്ചാല സമയത്തുള്ള പുള്ളി ഈ ഒരു ക്യാരക്ടർ പുള്ളിക്കുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ. അതുപോലെ തന്നെ പുള്ളി എടുത്ത് വെക്കണ ഓരോ സിനിമകളും, ഈ ഇടത്തിറങ്ങി കുറേ സിനിമകൾ, അതൊക്കെ എനിക്ക് പുള്ളി കൊണ്ടുവരുന്ന സിനിമകളില്ലേ, അത് പുള്ളിയുടെ സിനിമകളൊക്കെ, പുള്ളി സംവിധാനം ചെയ്യുന്ന സിനിമകൾ, അതുപോലെ തന്നെ പുള്ളി അഭിനയിച്ച് പുള്ളി നായകനായി അഭിനയിക്കുന്ന സിനിമകളൊക്കെ തന്നെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നടന്മാരൊക്കെ നമ്മൾ ശരിക്കും വലിയ നടന്മാരുടെ സിനിമയൊക്കെ കാത്തിരിക്കാറ്. ഇത് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇങ്ങേറെ സിനിമ അടുത്ത് ഓരോന്നൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ പോയാലും വെറൈറ്റി പടങ്ങൾ അതൊക്കെ കാണാനുള്ളതുണ്ടാവും. ചിലതൊക്കെ ഒന്ന് പാളി പോകുന്നുണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങേർക്ക് വേണ്ടി ഈ ഒരു ക്യാരക്ടർ അങ്ങേ നല്ല മാനായിട്ട് വൃത്തിയായിട്ട്, അതായത് പുള്ളിക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമ പോലെ ശരിക്കും നല്ല രസമായിട്ട് സിനിമ ചില സമയത്തൊക്കെ ഉണ്ട് കിട്ടി. നല്ല ക്യാരക്ടറും, അതായത് പുള്ളി മാത്രം എല്ലാ ക്യാരക്ടറും. പക്ഷെ ബേസിൽ നമുക്ക് ശരിക്കും ബേസിൽ ഒരു രക്ഷയില്ലാത്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ. പണ്ടൊക്കെ ഒട്ടും വിചാരിച്ചില്ല പുള്ളിക്ക് ഇത്രയും സെറ്റാവും, ഇത്രയൊക്കെ കിട്ടേണ്ട അഭിനയിക്കുന്നു. പുള്ളിനൊക്കെ പണ്ടൊക്കെ കാണുമ്പോൾ സംവിധാനം അടിപൊളി, പുള്ളിയൊക്കെ അങ്ങനെ പോലും വെച്ചില്ല. അങ്ങേറെ പടമൊക്കെയാണ് ശരിക്കും. ഞാൻ ഈ സിനിമയുടെ ടീസർ കണ്ടിട്ട് എനിക്ക് അപ്പോഴും ഉറപ്പുന്നു കിടിലനായിരിക്കുന്നു. എനിക്ക് ടീസർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടത്. അത് ഏത് സിനിമയുടെ ഒപ്പമായിരുന്നു, അയ്യോ അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടില്ല. ഞാൻ നേരെ ഈ സിനിമയ്ക്ക് കയറി. എനിക്ക് ബേസിൻ്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരെ പോയി കണ്ടു. ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് പ്രതീക്ഷ എന്ന് വെച്ചാൽ എനിക്ക് ടീസർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാണണമെന്ന് തോന്നി. ഇന്ന് പോയി കണ്ട്. നല്ല രസമുള്ള ഒരു കിടിലൻ പടം. അതുപോലെ തന്നെ ഈ ഓരോരുത്തരുടെ അഭിനയങ്ങൾ അതൊക്കെ, അതായത് എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല. അതായത് ഈ സിനിമയ്ക്ക് ഇങ്ങനെ കുറവുണ്ടെന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ട്, ഇല്ലാത്തൊരു സിനിമകളില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ സിനിമ ഒരിക്കലും നമുക്കൊന്നും തോന്നിയില്ല. ഇങ്ങനെ എനിക്ക് സംഭവം നല്ല രസമായിട്ട് ഇരുന്ന് കാണാൻ തോന്നി. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയാൽ മതി എന്നായിരുന്നു. നല്ല രസമായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ട്വിസ്റ്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ സിനിമയുടെ കഥ ഇപ്പോൾ ചിലവർ പറഞ്ഞു കേട്ടൊക്കെ കാണാൻ നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയിരുന്നില്ല. ഇങ്ങനെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ഈ ചില സിനിമയുടെ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ സ്റ്റോറി പറയുമ്പോൾ ചിലപ്പം OTT ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ കാണാൻ മടിയുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ നേരെ ഇതിൻ്റെ ട്രെയിലറൊന്നും കാണണമെന്നില്ല, ടീസറൊന്നും പോയി കാണാം. നിങ്ങൾക്ക് നേരെ തിയേറ്ററിൽ പോവാം. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. ചിലവർക്കൊക്കെ ഈ പറക്ക അങ്ങനത്തെ ഉള്ള ടൈപ്പൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ബൈ.